ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഒത്തിരി മക്കളുടെ പേരുകൾ പറയാം. ഒത്തിരി മക്കൾ നല്ല നല്ല സ്തുതിപ്പൾ കമൻസൊക്കെ വരുന്നത് നല്ല ശ്ലോകങ്ങളാണ്. ഞാനിതൊക്കെ അന്തം വിട്ടിരിക്കുക, എത്രമാത്രം അറിവാണ് ഈ പിള്ളേർക്കുള്ളതെന്ന്. ഞാനിതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. കാരണം അങ്ങനൊന്നും ഞാനെങ്ങും ഭജനയ്ക്കൊന്നും ഈ അമ്പലത്തിലൊക്കെ പോയൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും എനിക്കിട്ടുള്ള ഇല്ലാതാനും. ഈ ഭാഗവതമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് രാമായണമൊക്കെ ആയത്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ വത്സലയും നിർമ്മലപത്രം രാധയൊക്കെ എത്രമാത്രം ഓരോ കാര്യങ്ങൾ അതിൽ കൂടെ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ സുഖമില്ലാതെ കിടക്കുമ്പം ഈ വത്സലയൊക്കെ ചോദിക്കും, അമ്മയ്ക്ക് സുഖമില്ലേ? അവരറിയും. എങ്ങനെ ഉൾക്കാഴ്ചയുണ്ട് ഈ പിള്ളേർക്ക്, ഭക്തിയുള്ളതുകൊണ്ടാണ്. അങ്ങനെ എനിക്കും പണ്ടിങ്ങനായിരുന്നു. ഓരോ കാര്യങ്ങളും അന്ന് അത്രത്തോളം ഭക്തിയുണ്ട്. അതിപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല. ഇപ്പം പ്രായമൊക്കെ ആയി. അതാ സമ്പത്ത് കാലത്തുള്ള ഭക്തി ഇപ്പം എന്തായാലും വരത്തില്ല. അല്ല, തൈ വത്ത് വയ്ക്കുമ്പോൾ അന്നത്തെ ഒരു കാലം ഇനി ഇപ്പം അങ്ങനെ വേണമെന്ന് ഭഗവാൻ പറയില്ലല്ലോ. കാരണം അന്നാണ് ഭഗവാനെ അറിയേണ്ടുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ മതി. എത്ര കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നാലും എനിക്ക് ഈ ലൗകികമായ എല്ലാം ഞാൻ വിടുതലായി. എല്ലാത്തിൽ നിന്ന് ഞാൻ വിരമിച്ച് എൻ്റെ ഡ്രസ്സിന് തന്നെ എന്നെ ലീലക്കുട്ടി രാമകൃഷ്ണൻ എൻ്റെ വേഷവിധാനത്തിനെ പറ്റി പറഞ്ഞു. അവരുടെയൊക്കെ മനസ്സിൽ കാണും, ഇതെന്തൊരു മോശമായി അമ്മ ഇതൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഡ്രസ്സ്. മക്കളിത് വീട്ടിൽ നിൽക്കുന്ന വേഷമായതൊക്കെ. അങ്ങനെ എപ്പോഴും പുറത്ത് ഒരുങ്ങാനൊടുക്കാനെന്നുള്ള ആരോഗ്യസ്ഥിതി അല്ല എനിക്കിതാ എൻ്റെ സന്തോഷമല്ലേ വേണ്ട. എൻ്റെ സന്തോഷം ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ആനന്ദമാണല്ലോ നമുക്ക് ആവശ്യം. മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ് ആവശ്യം? അതുകൊണ്ട് എനിക്കറിയാം ലീലക്കുട്ടിക്ക് മോശമായിട്ട് അത് കാണുമ്പോൾ എനിക്കും ഉണ്ട് അതിനകത്ത് വല്ലാതെ. കാരണം ലൈറ്റ് വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുഖമൊക്കെ കറുത്ത് വല്ലാതെ അത് കണ്ടാൽ തോന്നും. അപ്പോൾ എനിക്കൊന്ന് അതിലൊക്കെ അതിൽ നിന്നെല്ലാം ഞാൻ മുക്തി നേടിക്കഴിഞ്ഞു. ഈ ലോക ചിന്തയായിട്ട് എനിക്ക് യാതൊരു ഇതും ഇല്ല മക്കളെ. എൻ്റെ മനസ്സിന് ഇപ്പോൾ സാരികൾ ഉടുത്താൽ അതൊന്ന് കഴുകാനോ അത് ഉണക്കാനോ ഉള്ള ആരോഗ്യസ്ഥിതി ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് അതൊക്കെ ഉടുക്കാൻ വലിയ പാടാണ്. ജോലിയാണ് അതൊക്കെ. ആ ജോലി സമയത്ത് എത്രയും ജോലി കുറയ്ക്കുകയാണ് എൻ്റെ ആവശ്യം. എൻ്റെ അസുഖം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എത്രയും ഭഗവാനെടുക്കലിരിക്കുക, അതാണ് എൻ്റെ ചിന്ത. ഈ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി അത് മനസ്സിലാക്കിയും അത് എങ്ങനെയാണ് അതൊക്കെ വായിച്ചും പറഞ്ഞും ഭഗവാനുള്ള ചർച്ച ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. എന്താ നാളത്തെ കാര്യം, ഇതൊക്കെ ഞങ്ങൾ തങ്ങളുടെ കാര്യം പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുക. അതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഡ്രസ്സിനകത്തൊന്നും എനിക്ക് മോഹമില്ല മക്കളെ. ഈ ലോക ചിന്ത ഉള്ളൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു 60 വയസ്സിന് മുമ്പൊക്കെ. അന്ന് ഞാൻ നന്നായൊക്കെ ഇതുപോലെ കാണാൻ കൊള്ളൂലെങ്കിലും ഒരുങ്ങിയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം ഇന്ദ്രിയങ്ങളെല്ലാം ഞാൻ അടക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ദേഹാഭിമാനം അതിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ ആയാലും നമ്മുടെ ഇഷ്ടമാണല്ലോ, മറ്റുള്ളവരെ ആസ്വദിക്കാനല്ലോ. എന്നിലിരിക്കുന്ന ആ എന്നിനെ വേണ്ടേ അറിയാൻ. ഈ ശരീരം നശിക്കുന്ന ഇപ്പോൾ വേണമല്ലോ നശിച്ചു പോകാമല്ലോ. അതിനുവേണ്ടി എന്തിനാ സമയം മെനക്കെടുത്തുന്നേ? ഇങ്ങനെയൊക്കെ മതി. അതുകൊണ്ട് ഗോകുൽ, വത്സല, നിർമ്മല പവിത്രൻ, രാധ, ഗീതാ നായർ, ബിജു, ഓമനയമ്മ, ശ്രീരശ്മി, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പ്രസന്ന, രുക്മിണി മോഹൻ, ജയാനിൽ, ശ്രീല, സ്മിത, താര മനോജ്, ഉണ്ണി പിറന്ന് സന്തോഷം മക്കളെ. ആൺകുഞ്ഞെന്നറിഞ്ഞ് വളരെ വളരെ സന്തോഷം. ശ്രീ ഒരു മകളുടെ പേരാണ് ലീലക്കുട്ടി രാമകൃഷ്ണൻ. എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലീലക്കുട്ടിക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. കാരണം എത്രയും സന്തോഷം മക്കളെ, പറഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ഞാൻ നല്ല വശമേ എടുക്കത്തുള്ളൂ. കുറ്റമായിട്ട് പറയുന്നതാണ് എനിക്ക് അത് ഇഷ്ടം, അങ്ങനെ എടുക്കുന്ന ഇഷ്ടമേ അല്ല. ഏതിൻ്റെ നല്ല വശം മാത്രം ചിന്തിക്കുക. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയായാലും അതിന് മുന്നേയും തന്നെ ഇതുപോലൊരു മകൻ പറഞ്ഞു, ഇനി ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലിരുന്ന് വായിച്ചുകൂടെയെന്ന്. അതും സന്തോഷം കാണാം. എൻ്റെ ബുദ്ധിമുട്ടും അന്നത്തെ ശ്വാസം മുട്ടും ഒക്കെ കണ്ടപ്പോൾ ആ മകനും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും പറഞ്ഞെന്ന്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാം ഈശ്വരൻ്റെ മക്കൾ, എല്ലാം സഹോദരി സഹോദരങ്ങൾ, എല്ലാം പരബ്രഹ്മമാണെന്ന്, അത് നീ ആകുന്നു എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് എല്ലാവരെയും അത് പരബ്രഹ്മമായി തന്നെ കാണാൻ കഴിയണം. എല്ലാവർക്കും ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഉണ്ടാകണം. എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായും അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി കാണുക. അപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സെങ്കിലും, നമ്മുടെ മനസ്സുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയും.
കൊടുക്കാൻ ആളല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഭജന നടത്താം. ഭജനയാണ് ഭക്തി വർദ്ധിക്കുന്നത്. പരാൽ പരാൽ പരമേശ്വര, പരാൽ പരാൽ പരമേശ്വര, പാർവതീപതേ ഹര പശുപതേ, പാർവതീപതേ ഹര പശുപതേ, പരാൽ പരാൽ പരമേശ്വര. സുരാസുരർ തൊഴും പാപനാശം, സുരാസുരർ തൊഴും പാപനാശം, സുന്ദരാചരണാരവിന്ദ ആനന്ദ, സുന്ദരാചരണാരവിന്ദ ആനന്ദ, പരാൽ പരാൽ പരമേശ്വര, പാർവതീപതേ ഹര പശുപതേ, പാർവതീപതേ ഹര പശുപതേ, പരാൽ പരാൽ പരമേശ്വര. പാർവതിയുടെ പതേ ഭർത്താവേ പരമശിവനെ പ്രാർത്ഥിക്കുക. നമുക്കും പരമശിവനെ, അതായത് പാർവതിയുടെ ഭർത്താവായ പരമേശ്വരനെ നമുക്ക് അസുരർ ദേവന്മാരും അസുരന്മാരും പ്രാർത്ഥിക്കുന്ന പരമാത്മാവായ പരമശിവനെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം. തൊണ്ട വീണ്ടും കഫമായി. ഒരു നാമം കൂടെ ചൊല്ലാം. അർത്ഥമുള്ള നാമങ്ങളാണ്. ഭക്തിയായിട്ടങ്ങ് ഇരുന്നാൽ മതി. അത് ഈ ഭാഗവതകീർത്തനം അല്ലെന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഭക്തിപരമായിട്ടുള്ളതാണ് മക്കളെ. നാഥധനുമനീശം ശങ്കരം, അതും പരമേശ്വര ശങ്കരം. നാഥ ധനുമനീശം ശങ്കരം നമാമി. മനസാ ശിരസ, മനസ്സുകൊണ്ടും ശിരസ്സുകൊണ്ടും ഭഗവാനെ നമിക്കുന്നു. മനസാ ശിരസ നാഥ ധനുമനീശം ശങ്കരം നമാമി. മോദകരാ നിജ മോദമാസാമാ, മോദകരാ നിജ മോദമാസാമാ, മോദകരാ നിജ മോദമാസാമാ. വേദസാരം വാരം വാരം, വേദസാരം വാരം വാരം, നാഥ ധനുമനീശം ശങ്കരം നമാമി. സദ്യോജാതാത്രേ പഞ്ചനാഭൃഗം, സദ്യോജാതാത്രേ പഞ്ചനാഭൃഗം, സദ്യോജാതാത്രേ പഞ്ചനാഭൃഗം, സദ്യോജാതാത്രേ പഞ്ചനാഭൃഗം. സരിഗമ പധനി വരസപ്തസ്വരം, സരിഗമ പധനി വരസപ്തസ്വരം, നാഥ ധനുമനീശം ശങ്കരം നമാമി. മനസാ ശിരസാ, മനസാ ശിരസാ നാഥ ധനുമനീശം. നമുക്കിനി 25 മിനിറ്റിനകത്ത് ഇന്ന് യൂട്യൂബുകാരിനകത്ത് പ്രത്യേകം ഇട്ട് നിർമ്മല പവിത്രനാണ് ഏറ്റവും കൂടുതൽ 100+ 100 നേരിട്ട് പ്ലസ്, അപ്പോൾ 100+ കമൻസ്, ഏറ്റവും കൂടുതൽ കമൻസ് ഇട്ടേക്കുന്ന അങ്ങനെയൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ അവർ, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത്, കപ്പ് ഒക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ എനിക്ക് കപ്പ് ഇട്ടേക്കുന്ന, പിന്നെ നല്ല ദീപം, എന്തൊക്കെയോ ഇതിനകത്ത് പ്രത്യേകത വന്നതിൻ്റെ അത് എന്താണെന്ന് എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ, ഇംഗ്ലീഷല്ലേ. മലയാളത്തിലാണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു, എങ്കിലൊരു ഊഹമൊക്കെ അറിയാം. എന്തോ അനർഗളമായിട്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ വായിച്ചതിൻ്റെ എങ്ങാണ്ട് നല്ല മഹിമയ്ക്ക് ഒരു പ്രകാശം ആണല്ലോ, അതിനു വേണ്ടി എങ്ങാണ്ട് എന്തൊക്കെയോ ആണെന്ന് മനസ്സിലറിയാം, അത്രയേ ഉള്ളൂ.
മോശമൊക്കെ ഉണ്ട്. കാരണം ഇത് തംബ്ലൈൻ ഇടുന്നൊക്കെ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അങ്ങ് ഇടുവാണ്. അല്ല ഇടാൻ എനിക്ക് അറിയില്ല. അതിന് അവരെപ്പോഴും എന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വിടും. ഇപ്പം പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം ഇങ്ങനെ ഇടണമെന്നൊക്കെ എഴുതി പറഞ്ഞ് ഞാനെങ്ങനെ അറിയാനോ? എനിക്ക് വല്ലതും അറിയാമോ? ഞാൻ യൂട്യൂബായിട്ട് കണ്ട് വല്ലതും പഠിച്ചതെങ്ങനാണോ? ഇങ്ങനെയെങ്കിലും ഇടുന്നത് എന്താ? ഈ മക്കൾക്ക് വേണ്ടി ഇതൊക്കെ ഒരു വാക്കെങ്കിൽ ഒരു വാക്കാവട്ടെ. അല്ലാതെ ഈ സൗന്ദര്യത്തെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആഡംബരങ്ങൾക്ക് ഇത് കാണിച്ചെങ്കിൽ ജനങ്ങൾ കാണും. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നത് നല്ല പോലൊക്കെ ഇട്ടാൽ ഒരുപാട് ആകർഷിച്ച് പടമൊക്കെ കണ്ട് ഇത് കാണും ഓരോരുത്തർ. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കുറച്ച് മക്കൾ, ഭക്തിയുള്ള മക്കൾ കണ്ടു പോകണം, അത്രയേ ഉള്ളൂ. ആവശ്യക്കാരെടുത്തോട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാത്തൊരു ഒരുപാട് കണ്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് അല്ലാതെ അറിയത്തില്ല. അപ്പം അതിനകത്ത് നിർമ്മല പവിത്രനാണ് ഏറ്റവും കൂടുതൽ കമൻസ് ഇട്ടേക്കുന്നതൊക്കെ അതിലിങ്ങനെ കിടക്കുന്നു. എന്നാൽ അത് എല്ലാം നന്ദിയുണ്ട് മക്കളെ നിർമ്മല പവിത്രന്. എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ലെങ്കിൽ എൻ്റെ ഊഹം അങ്ങനെ 100+ വന്നിട്ട് നിർമ്മല പവിത്രൻ നല്ല വ്യക്തമായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്നത് വരെ അതിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കി വായിക്കാം. എന്ത് ഇട്ടാലും അത് നീ ആകുന്നു, അത് നമ്മൾ ആവണം. എന്താ? ബ്രഹ്മം അത് നീയാകുന്നു. എല്ലാവരിലും അതാണ്. ഞാനെന്നുള്ളത് പ്രത്യേകം എല്ലാം ഞാൻ തന്നെയാകുന്നു. അപ്പോൾ കാണാതെല്ലാം ഞാൻ തന്നെ, വേറൊന്നും ആരും പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം നാം തന്നെ പരബ്രഹ്മമാകുന്നു. അത് തത്വമസ്യാദി ആ ഒരു മഹാവാക്യത്തിൻ്റെ അർത്ഥം അത് നമ്മളിതിലെ വായിച്ചത്. അത് ഭഗവാൻ ഇങ്ങനെ മൽഭക്തനായുള്ളവൻ ഈ പദം അറിയും, ഈ അർത്ഥം അറിയുമ്പോൾ അറിയുമെന്ന് വെച്ചാൽ അർത്ഥം അറിഞ്ഞ് വായിച്ചു പോകുമല്ല, അത് ഉള്ളിൽ അറിയുന്നവർ, അത് നമ്മൾ മനസ്സിലാക്കി രുചിച്ചറിയുന്നവൻ മൽഭാവം പ്രാപിച്ചിടും. ആ ബ്രഹ്മപദം ആ ഭാവം അങ്ങനൊരു ഭക്തന് ആകും, ഒരു സംശയവുമില്ല. മൽഭക്ത വിമുഖൻ അത് ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവർ. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അറിവ് കിട്ടും ചൊല്ലി ഈശ്വരനെ അറിയാതെ ഭക്തി വർദ്ധിക്കുന്നെങ്കിൽ ഈശ്വരനെ അറിയാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഭക്തി വർദ്ധിക്കാത്തത്തോളം കാലം കൈവല്യവും തത്വജ്ഞാനവും കിട്ടത്തില്ല. തത്വജ്ഞാനം അത് തത്വത്തിൻ്റെ ആ മനസ്സിൽ ആ അർത്ഥങ്ങൾ, ആ ജ്ഞാനം, ആ അറിവ് കിട്ടണമെങ്കിൽ ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് നമുക്ക് ബോധിപ്പിച്ച് തരും. അങ്ങനെ കൈവല്യമൊക്കെ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. പരമാത്മാവാ മമ ഹൃദയം രഹസ്യം, ഇതൊരു നാളും ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുത്തൂടാ. ഭക്തന്മാർക്ക് മാത്രമേ. അത് ഇപ്പം ഭക്തന്മാരൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പം ദൂരെ എവിടെയൊക്കെയോ കിടക്കുന്ന കുറച്ച് മക്കൾ കോഴിക്കോടോ കോട്ടയത്തോ മറ്റെവിടെയൊക്കെയോ ഉണ്ട്, തൃശ്ശൂർ, ഇങ്ങനെയൊക്കെയുള്ള മക്കളെ ഇവിടെ വന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ദൈവം ഇങ്ങനെ പറയിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് ഞാൻ ആ ഭക്തന്മാർക്ക് മാത്രമായിട്ട് ഇതിനകത്ത് ആര് ഭക്തന്മാരുണ്ടോ, ഏത് മതമായാലും അവർക്കൊക്കെ ഇത് വേണം. ഇപ്പം 100 പേരുണ്ടോ അവർക്കൊക്കെ, എത്ര പേരാണോ അവർക്കൊക്കെ. അപ്പോൾ അത് അവർ തന്നെ തിരഞ്ഞെടുത്തോളും. അല്ലാത്തൊരിത് നോക്കത്തും വായിക്കത്തും ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു നല്ല വിശ്വാസമാണ്. ഞാനത് ദോഷം ഇത് ചെയ്തിട്ടില്ല എന്ന്. കാരണം ഇത് ആവശ്യക്കാർ മാത്രമല്ലേ എടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് അങ്ങനെ അല്ലാത്തവർക്ക് കൊടുത്തുകൂടാ. കാരണം അവർ ചവിട്ടി തേക്കുന്നുണ്ടാ. നല്ലത് നാക്കി കൊടുക്കുന്നുവെന്ന് പറഞ്ഞത് കാര്യം ഇതാ, രഹസ്യമാണിതൊന്നും കൊടുത്ത് വെറുതെ ഈ നന്മയുള്ള ഈ പുണ്യത്തിനെ അശുദ്ധി ആക്കരുതെന്നുള്ളത് വെച്ചുകൊണ്ടാണ്. ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്തു, രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. ഇത് പവിത്രമാണ്, അത് രഹസ്യമാണ്. ഈ പവിത്രത്തിനെ രഹസ്യമാക്കി വയ്ക്കണം. സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദയ ആനന്ദോദയം. ഇത് പാപഹരമാണ്, എല്ലാ പാപത്തിനെയും പോക്കുന്നതാണ്. മോക്ഷം കിട്ടും, പാപമെല്ലാം മാറ്റി മോക്ഷം കൊടുക്കുന്നതാണ്. അത് ഹൃദയം, അത് ആനന്ദരസായനം, അത് അത്രമാത്രം അമൃതാണിത്. അത് ആനന്ദം ഉണ്ടാക്കുന്നതാണ്. ആ അമൃതം കൊണ്ട് ഇഴിഞ്ഞു ചെല്ലുമ്പോൾ സർവ വേദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം, ഹനുമാൻ ഈ കൊടുത്തതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും, ഒരു സംശയമില്ല നാഥേ. അതുകൊണ്ടിത് ആരാണിത് കൈകാര്യം? ഭക്തി പൂണ്ടനാരദം ആരാണിത് എടുക്കുന്നത്? അവർ മുക്തനായി വരും, ഒരു സംശയവുമില്ല നാഥേ.
ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചു പോവും എന്നാലുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. അത് ഹനുമാനാണ് മർക്കടപ്രവരൻ. അതുകൊണ്ട് ഹനുമാനോട് ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തു. മുക്തനായി വരും, ഒരു സംശയമില്ല. ഇന്ന് ബ്രഹ്മഹത്യാദി ദുരിതങ്ങൾ, എന്തെല്ലാം പാപങ്ങൾ, ബ്രാഹ്മണനെ പോലും വധിച്ചാലും അതായത് കൊല ചെയ്താലും എന്ത് ദുരിതങ്ങൾ, ബഹുവിധം ജന്മങ്ങൾ, ഒരുപാട് ജന്മങ്ങൾ ജനിച്ച് ആർജിച്ചു വെച്ച പാപങ്ങൾ മൊത്തവും കഴുകി തുടച്ച് വൃത്തിയാക്കും ഈ രാമനാമം നമ്മൾ ആർജിച്ചാൽ. എല്ലാ ദുരിതങ്ങളും പോകും. രാമൻ്റെ ഈ രാമനാമം ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എല്ലാകിലും ഒക്കവേ നശിച്ചു പോകുമെന്ന് അരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. അതുകൊണ്ട് ഇതങ്ങനെ എപ്പോഴും ഇത് നമ്മളെ ഓർമ്മയിലിരിക്കണം. ഇതൊരു വേദവാക്യമാണ്. ഇവിടെ ശ്രീരാമൻ ഹനുമാന് കൊടുത്ത ഉപദേശങ്ങളാണ്. എന്നിട്ട് പറയുന്നത് എന്തൊക്കെ ദോഷങ്ങൾ ചെയ്ത പാപികൾക്കാണ് ഇത് മാറുന്നതെന്ന്. ജാതി നിന്ദിതൻ, അത് കുലധർമ്മങ്ങളെ നിന്ദിക്കുന്നവരുണ്ട്. കുലത്തോടെ നിന്ദിച്ച് പറയും, അത്രമാത്രം അഹങ്കാരികളുണ്ട് ലോകത്ത്. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി, അതായത് പരസ്ത്രീ അന്യൻ്റെ ഭാര്യയെ കൈക്കലാക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ള പാപി, ധനത്തെ മോഷ്ടിക്കുന്ന പാപി, മാതൃഘാതകൻ, അതായത് മാതാവിനെ കൊല്ലുന്നവൻ, പിതൃഘാതകൻ, പിതാവിനെ കൊല്ലുന്നവൻ, ബ്രഹ്മഹന്ത, ബ്രാഹ്മണരെ കൊല്ലുന്നവൻ, യോഗി വൃന്ദാപകാരി, സന്യാസിയായിരിക്കുന്ന യോഗിമാരെ ഉപദ്രവിക്കുന്നവർ, സുവർണസ്ഥയി, സ്വർണം മോഷ്ടിക്കുന്നവർ, ഇങ്ങനെയുള്ള ദുഷ്ടനൊക്കെ ലോക നിന്ദിതനവനേറ്റം. അങ്ങനെയുള്ള ലോകത്തെല്ലാവരും നിന്ദിക്കും അത്ര ദുഷ്ടന്മാരെ. എന്നിരുന്നാലും ലോക നിന്ദിതൻ ഏറ്റവുമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ. അത്രത്തോളം പാപിയാണ്, പല പല ജന്മങ്ങൾ കൊണ്ട് ആർജിച്ചു വെച്ച പാപങ്ങളാണെങ്കിൽ പോലും ഭക്തിയാ ഭഗവാൻ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവ്വം പൂജ്യനായി വരും. അപ്പോൾ ഇങ്ങനൊരു പാപി ഭഗവാൻ രാമൻ്റെ നാമതത്വം ആരിങ്ങനെ ജപിക്കുന്നോ അവർ ഭക്തിയാ വേണം. ഭഗവാന്റെ രാമനാമം ഭക്തിയാ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവ്വം, ദേവകളും എങ്ങനെ പൂജിക്കും അവനെ. അത്രയുമല്ല, യോഗീന്ദ്രന്മാർ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ, അത്രമാത്രം ഒരു യോഗിക്ക് പോലും ലഭിക്കാത്ത, അലഭ്യമായ, ലഭ്യമല്ലാത്ത വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഒരു സംശയവും ഇല്ല. ഈ ഇത്രയും ദ്രോഹങ്ങളും ഇത്രയും പാപമായുള്ള കർമ്മങ്ങൾ ചെയ്ത ദുഷ്ടനാണെങ്കിൽ പോലും രാമനാമത്തെ ഭക്തിയാ ഭജിക്കാമെങ്കിൽ പിന്നെ ദേവകളാൽ പൂജ്യനായി വരും. ദേവന്മാരെല്ലാം ആ ഭാവിയായ മനുഷ്യൻ എത്രത്തോളം പാപം ചെയ്താലും രാമനാമത്തെ ഭജിച്ചാൽ, ഭക്തിയോടുകൂടി ഭജിച്ചാൽ ദേവന്മാരും പൂജിക്കും. അതുമാത്രമല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ, ലഭിക്കാത്ത ഒരു യോഗിക്ക് പോലും വിഷ്ണു ലോകം ലഭ്യം ആകത്തില്ലാത്തത് പോലും ഈ ഭക്തനായി ഭജിക്കുന്ന അയാൾക്ക് കിട്ടും. ആരായാലും യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഒരു സംശയവും ഇല്ല, അത് കിട്ടിയിരിക്കും. എത്ര പാപിയായാലും അതെല്ലാം പിന്നെ ഭഗവാനെ ഭജിക്കുമ്പോൾ പാപമൊക്കെ കഴുകി അങ്ങ് പോകും, പിന്നെ ചെയ്യത്തില്ല. ചെയ്തു പോയതിനെ ഈശ്വരനെ ആരാധിച്ച് ഭക്തിപൂർവ്വം എടുക്കുമ്പോൾ ഒരു യോഗിക്ക് പോലും കിട്ടാത്ത ലഭിച്ചു വരും. എന്താ? വിഷ്ണുപദം, അത് വിഷ്ണു ലോകത്തെ പ്രാപിക്കാം. അത്രമാത്രം ഭക്തിയോടിരുന്നാൽ എല്ലാ പാപവും പോകും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്ത് അതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. ഇങ്ങനെ ഭഗവാൻ പരമശിവൻ ഇത് ആർക്ക് കൊടുക്കുകയാണിതെല്ലാം? ഈ ഉപദേശങ്ങൾ ഇത് പാർവതിക്ക് കൊടുക്കുക. അപ്പോൾ ഈ സീതയുടെ ശ്രീരാമൻ്റെ ഈ തത്വോപദേശങ്ങൾ ഹനുമാൻ അവർ കൊടുത്തു. അത് നേരെ ഇതുപോലെ പാർവതി ദേവിക്ക് പരമശിവൻ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം പരമശിവൻ്റെ മഹാദേവൻ ഇങ്ങനെ അരുൾ ചെയ്തെല്ലാം എങ്ങനെയാ ദേവി കേട്ടത്? തിങ്ങിയിടും. ഭക്തി പൂണ്ടങ്ങ് തിങ്ങുവാണ്. ആ ഹൃദയം മൊത്തവും ഉള്ളിലേക്ക് ആ വചനങ്ങളങ്ങനെ ഇറങ്ങിച്ചെല്ലും, ഇഴിഞ്ഞിറങ്ങി ചെന്നിട്ട് അങ്ങ് പൊട്ടു നടക്കങ്ങ് നിറയും. അപ്പോഴങ്ങനെ തിങ്ങി. അതാണ് പറയുന്നത്, നമ്മൾ ആഹാരം കഴിച്ച് വയറ് നിറയുന്ന അതുപോലെയാണ് ആത്മീയമായ ഭക്ഷണം കഴിച്ചാലും. വചനമാകുന്ന ഭക്ഷണം അത് ചെന്നാലും ഇതുപോലെ നിറഞ്ഞ് കവിയും. അങ്ങനെ പാർവതീദേവിക്ക് തിങ്ങി ഭക്തിപൂർവ്വം അരുൾ ചെയ്തു ദേവി. എന്താ പറയുന്നത് ദേവി?
മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപതേ. ഇത്രയെല്ലാം കേട്ടവൻ ഭഗവാനെ എടുത്തങ്ങ് വിഴുങ്ങാൻ തോന്നുക ദേവിക്ക്. ഇത്രയും അമൃതെല്ലാം ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെന്ത് നല്ല നിറവാണ്, എന്ത് കേട്ടിട്ട് ഈ അമൃതനെനിക്ക് കേട്ടു, ഇനിയും മുഴുക്കുന്നില്ല, ഇനിയും കേൾക്കണം. അങ്ങനെ ഭഗവാനോടങ്ങ് അകമഴിഞ്ഞ ഭക്തി കൂടി. പരമേശ്വരൻ ഇത്രയെല്ലാം ഉപദേശം കൊടുത്തവൻ ഗുരുവായില്ലേ പാർവതീദേവിക്ക്. ഇത്രയെല്ലാം പാർവതീദേവിക്ക് നിറഞ്ഞു. ഈ വചനം കേട്ട് ഉള്ളെല്ലാം നിറഞ്ഞു കവിഞ്ഞു, തിങ്ങിയെന്ന് വെച്ചാൽ എന്താ, നിറഞ്ഞു തിങ്ങി, സ്ഥലമില്ല പിന്നെ നിറയാൻ, അങ്ങോട്ട് ചെല്ലുന്നില്ല അപ്പോൾ അത്രമാത്രം ഭഗവാനോടങ്ങ് ഭക്തി വർദ്ധിച്ചു. ഭഗവാനെ മംഗലാത്മാവേ മമ ഭർത്താവേ, എൻ്റെ ഭർത്താവേ, ജഗൽപതേ, ഗംഗാ കാമുക, അന്ന് തലയിരിക്കുന്ന ഗംഗയുടെ കാമുക, പരമേശ്വര, ദയാനിധ, എന്തൊക്കെ പറഞ്ഞിട്ടും ദേവിക്ക് മുഴുക്കുന്നില്ല സ്വന്തം ഭർത്താവിനെ വിളിച്ചിട്ട്. മംഗലാത്മാവേ ജഗൽപതേ മമ ഭർത്താവേ ഗംഗാ കാമുക പരമേശ്വര ദയാനിധേ. എന്താ ഇത്രയൊക്കെ പറയാൻ കാരണം? അത്രമാത്രം ആവേശം കൊണ്ട്. ഈ വചനം അങ്ങോട്ട് ചെന്നപ്പോൾ ഇതെല്ലാം കേട്ടപ്പം ഹനുമാന് ശ്രീരാമൻ കൊടുത്ത ഉപദേശങ്ങൾ സീതയെ അനുഭവം കൊടുത്തു. അതിനുശേഷം ശ്രീരാമൻ ഇതെല്ലാം കാരണം ഒരു ബ്രഹ്മം പ്രാപിക്കാം എന്നെല്ലാം കൊടുത്ത ഉപദേശങ്ങളെല്ലാം ഇതുപോലെ അങ്ങ് കൊടുത്തു പരമേശ്വരൻ പാർവതി ദേവിക്ക്. അപ്പോൾ അവിടെ നിറഞ്ഞ് തിങ്ങി. അപ്പോൾ ഭഗവാനെ വിളിക്കുക. എന്തൊക്കെയാ വിളിക്കുക? എന്നിട്ട് പന്നകഭൂഷണ, പന്നകത്തെ ഭൂഷണം മാലയിട്ടേക്കുന്നതുകൊണ്ട് പാമ്പ്. പന്നകഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി, എനിക്ക് അത്രത്തോളം ഞാൻ അനുഗ്രഹീതയായി ഇത് കേട്ടപ്പോൾ. എന്നിട്ട് പറയുന്നു, ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ദേവിക്കുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് സ്വച്ഛതയായി. സ്വസ്ഥയായി എന്താണ്? എന്തോ ഞാൻ പണ്ടിടുന്ന ഉരുളറിയാം, എനിക്കൊരു സ്വസ്ഥതയില്ല. എന്താ ഇവിടെ സർവ്വതും ഈ ലോകത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രമാത്രം എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വീടായിരുന്നു. ഒന്നിനും ഒരു കുറവില്ലാത്ത വീട്. എന്തും ആർക്ക് തോന്നും എല്ലാവരുടെക്കാളും എന്തും ഉണ്ടാകുന്നൊരു വീട്. അവിടെ എന്തിനാ സ്വസ്ഥതക്കേട്? എനിക്ക് ഈ ഉരുണ്ട് കരയുന്നത് എന്തിനാ ഉരുണ്ട് കരഞ്ഞത്? അപ്പം എൻ്റെ സ്വസ്ഥതക്കേടായിരുന്നു. ഇവിടെ ദേവിക്കും സ്വസ്ഥതക്കേടുണ്ടായിരുന്നു. ഇപ്പം സ്വസ്ഥമായി. എന്താ കാരണം? വചനം കേട്ട്. ഈ ഒരുപാട് മക്കൾക്ക് ഇതുണ്ട്, പക്ഷെ അവരറിയുന്നില്ല. എന്തോ സ്വസ്ഥതക്കേടുണ്ട്. അത് മനസ്സിലാകുമ്പോൾ ഇത് കിട്ടും. ഇതായിരുന്നു എൻ്റെ സ്വസ്ഥതക്കേട്, ഇപ്പം എനിക്ക് സ്വസ്ഥതയായല്ലോ. ഇപ്പം ദേവി പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നത്. എനിക്കും ഈ അനുഭവം ഉണ്ടായിരുന്നു. ദേവിയെപ്പോലെ സ്വസ്ഥതക്കേടായിരുന്നു. എന്തെല്ലാം ഭാഗ്യ രീതിയിലായിരുന്നു ഇവിടെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കെന്തോ ഇല്ല. അതെന്താ കാരണം? ഇതായിരുന്നു കാരണം. അപ്പോൾ ഞാനിപ്പോൾ ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. എത്രമാത്രം ഒത്തതായി എഴുതി വെച്ചേക്കുന്നത്. അന്ന് എൻ്റെ രാമായണം ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നു ഞാൻ മനസ്സിലാക്കിയെന്നായിരുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ല എന്താ കാരണം, ഈ സ്വസ്ഥതക്കേട് എന്തുവായിരുന്നെന്ന്. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം. ഇപ്പോൾ എൻ്റെ സംശയമെല്ലാം ഛിന്നമായി, ഇല്ലാതായി. എന്താ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേവിക്ക്, അതൊക്കെ പോയി. എന്നിട്ടോ സന്നമായതു മോഹമൊക്കെ നിന്നെ അനുഗ്രഹാൽ, എൻ്റെ മോഹമൊക്കെയും പോയി. ലീലക്കുട്ടി ഇത് കേൾക്കണം. മോഹങ്ങളൊക്കെ പോണം മക്കളെ. ആഡംബരങ്ങളൊക്കെ അങ്ങ് കുറയ്ക്കണം കുറേ വയസ്സാവുമ്പോൾ. ഈ ലോകചിന്തയിലേക്ക് പോയാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിലൊരു പരമാനന്ദം ഉണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ ഈ ശരീരത്തിനോടുള്ള അഭിമാനങ്ങളും ഈ ലോകചിന്തയിൽ നിന്നെല്ലാം വിട്ടുപിരിയണം നമ്മൾ. എന്നാലേ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് സന്നമായതു മോഹമൊക്കെ നിന്നെ അനുഗ്രഹാൽ. എന്താ മോഹം? സന്നമായി, നശിച്ചു. മോഹം നശിച്ചെന്താണ്? ഈ ആഡംബരങ്ങൾ, ദേഹാഭിമാനങ്ങൾ, ഈ ലോക ചിന്തയായിട്ടിരിക്കുന്ന എല്ലാ മോഹവും ദേവിക്ക് പോയി. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഹൃദയം നിറഞ്ഞു കിട്ടുന്ന ഒരു അനുഭൂതി, ഒരാനന്ദം. അതാണ് അവിടെ വേണ്ടുന്നത്. അതുകൊണ്ട് എൻ്റെ മോഹവും പോയി, എൻ്റെ സംശയവും മാറി. എന്നിട്ടോ നിർമ്മലം രാമതത്വ അമൃതമാം രസായനം ത്വന്മുഹോൽ ഗളിതമാവോളം പാനം ചെയ്താലും. ഇത്രമാത്രം രാമതത്വം, അത് അമൃതാണ്, അത് രസായനമാണ്, അത് അമൃത് പാനം ചെയ്യും. അത്രമാത്രം രസമാണ് അത്. പിന്നെ അതിന് പറയാൻ എനിക്ക് അത്ര രാമതത്വ അമൃതം, അത് ആ രസായനം ത്വന്മുഹോൽ ഗളിതമാവോളം എത്രത്തോളം അവിടുന്ന് പറഞ്ഞു തരുന്നു. അതെല്ലാം ഞാൻ പാനം ചെയ്താട്ടും എന്നുള്ള തൃപ്തി വരിക എന്നുള്ളതില്ലല്ലോ. ഇനിയും കേൾക്കണം പരമാത്മാവേ മമ ഭർത്താവേ, എനിക്ക് ഇനിയും കേൾക്കണം. എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലല്ലോ നിർണയം. അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നേ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഭഗവാനെ പരമേശ്വര മമ ഭർത്താവേ, സംക്ഷേപിച്ച് അരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നു. സംക്ഷേപിച്ച് അരുൾ ചെയ്തേതുമേ മതിയല്ല. എന്താ? നിമിഷങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംഷന്മാർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ.
അതായത് നിമിഷങ്ങൾക്ക് നമ്മൾ വില കൽപ്പിയോ സമയം പോകുന്നു, നമുക്ക് ഇന്നതിന്നതൊക്കെ ഇനിയും വേണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്തിന് നമ്മൾ വില കൊടുക്കണം. ഒരു സമയവും നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചെയ്തിങ്ങനെ ആഡംബരം നോക്കി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അത് സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഈശ്വരനെ അറിയാനുള്ള ആ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞൂടാ. വിദ്യ അത് നമുക്ക് അതാണ് കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ല. എന്താ കാരണം? അവർ വെറുതെ സമയം കളയും. അവർക്ക് എങ്ങനെ വിദ്യ ഉണ്ടാകും? കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാം. എന്താണ്? കണങ്ങളുടെ അതായത് തുള്ളികളുടെ വില. നമ്മൾ പല പല തുള്ളികൾ കൂടുമ്പോഴാണ് എന്താ പറയാ, പല തുള്ളി കൂടുമ്പോൾ എന്താ പറയുക, തുട കൊണ്ട് അളക്കാതെ എങ്ങാണ്ടുണ്ട്. നമ്മൾ ഒന്നും അല്പാൽപ്പം കളയരുത്. ആർക്കും കൊടുക്കാം, അത് നല്ലതല്ലേ. പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അല്ലാത്തവർക്കോ ഒക്കെ നമുക്ക് എന്തും കൊടുക്കാം. പക്ഷെ വെറുതെ ഒന്നും കളഞ്ഞുകൂടാ. മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കളയണം. അത് തുള്ളി കൊണ്ട് അളന്നേ തുടം കൊണ്ട് തേവ കണ്ടുന്നുണ്ട്. അതുകൊണ്ട് കിങ്കടന്മാരായുള്ളവർക്ക് അർത്ഥവും ധനം ഉണ്ടാകത്തില്ല. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നതൊക്കെ ഈശ്വരൻ ചോദിക്കും, കണക്കെഴുതിയിടും. അപ്പോൾ നമുക്ക് ധനം ഉണ്ടാകത്തില്ല. എന്തോ മൃണന്മാർക്ക് നിത്യസൗഖ്യം ഉണ്ടായി വരാം. അതാരാ? കടത്തെ നിസ്സാരമായി തള്ളി എത്രമാത്രം കടം വാങ്ങിച്ചു കൂട്ടിയാലും അവർക്ക് ഒരു വിഷമവുമില്ല. വാങ്ങിയും കൂട്ടും, കിട്ടുന്ന അത്രയും വാങ്ങിച്ചു കൂട്ടും. അവർക്ക് നിത്യം സൗഖ്യം ഉണ്ടാവുമോ? സൗഖ്യം ഉണ്ടാകത്തില്ല. നമ്മൾ കഴിയുന്നിടത്തോളം ഉള്ളത് കൊണ്ട് കഴിയാൻ ശ്രമിക്കണം. കടം വാങ്ങിച്ച് കൂട്ടരുത്. അങ്ങനെ അവർക്ക് ദേവന്മാർക്ക് ഗതിയും പുനരും അതുപോലെ. ദേവന്മാരെ മാനിക്കാത്തവർ. അപ്പം ദേവന്മാരെ മാനിക്കാത്തവരുണ്ട്, അവർക്കാണെങ്കിലോ ഒരു ഗതിയും പിടിക്കത്തില്ല. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച് അരുളി ചെയ്തിരണം മടിയാതെ. അങ്ങനെ ഇത് 26 മിനിറ്റായി. അപ്പോൾ ഇങ്ങനെ ഉത്തമമായ രാമചരിതം മനോഹരമാണ്, വിസ്തരിച്ച് അരുളി ചെയ്തിരണം മടിയാതെ. എനിക്ക് ഇനിയും ഇത് കേൾക്കണം, കിട്ടിയത് പോരാ. ചില മക്കളുടെ അമ്മയെ ഇനിയും ഇടണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം, ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു അത്യാഗ്രഹമാണ്. ഇതിന് അത്യാഗ്രഹം വേണം, ആശ പോരാ, ആഗ്രഹവും പോരാ, അത്യാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതാണ് മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത്. എന്താ? അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇത് അല്പവും നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടും അവസാനം. എനിക്ക് എവിടെ നിന്നാണ് വന്ന് കിട്ടുന്നത്? അത് പല മക്കളും പറയുന്നുണ്ട് ഇങ്ങനെ, ഇത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന്. അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ ഈശ്വര കാര്യങ്ങൾ കിട്ടത്തുള്ളൂ മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം.